ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീടുകളിൽ പവർ കട്ട് സമയത്ത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇൻവേർട്ടർ LED. ഇതേപോലെയൊക്കെ തൊട്ടാൽ ചിലപ്പോൾ ഇത് കത്തുകയും ചെയ്യും. ഇതിനകത്ത് ബാറ്ററി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇത് തുറക്കുമ്പോൾ തന്നെ താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി കാണാൻ പറ്റും. മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ സർക്യൂട്ടറി എല്ലാം ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ആ കവർ ഒന്ന് തുറന്ന് അകത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നോക്കാം. ആകപ്പാടെ ഇത്രയും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയും ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ബൾബ് ഓടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ 230 വോൾട്ട് AC നേരെ ഒരു റെക്ടിഫയർ മൊഡ്യൂളിലേക്കാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ബ്രിഡ്ജ് റെക്ടിഫയർ, കുഞ്ഞൻ റെക്ടിഫയർ ആണ്. ഒരു 1.2 ആംപിയർ മാക്സിമം താങ്ങാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ കൊടുത്തേക്കുന്നത് ഒരു ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററാണ്. ഏകദേശം 2.2 തുടങ്ങി 4.7 മൈക്രോഫാരഡ് വരെയുള്ള കപ്പാസിറ്ററാണ് അത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു IC ആണ്, 4 പിന്നുള്ള, വെറും 4 പിന്നുള്ള ഒരു IC. ഇത് ശരിക്കും പറഞ്ഞാൽ LED ഡ്രൈവർ IC ആണ്. 230 വോൾട്ടിൽ നിന്ന് നമുക്ക് LEDക്ക് വേണ്ട കൃത്യമായിട്ടുള്ള വോൾട്ടേജും കറണ്ടും കൊടുക്കുന്ന ഒരു IC. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇൻഡക്ടറിന് ശേഷം നമുക്ക് ഒരു ഔട്ടർ മോസ്റ്റിലായിട്ട് ഒരു LED സെറ്റ് കാണാൻ പറ്റും. 2 റിംഗ് ഉണ്ട്, ഇന്നറും ഔട്ടറും. ഔട്ടറിലുള്ളതാണ് AC LED. ഇനി ഈ ICയുടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു IC നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന സംഗതി കാഴ്ചയിൽ ഇവന് ഒരു കുഞ്ഞൻ IC ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ 230 വോൾട്ട് ACനെ നമുക്ക് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനും, കൂടാതെ ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആക്കാനും, അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിങ് ലെവൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു IC സഹായകമാണ്. ഇതുകൂടാതെ ലൈവായിട്ട് തന്നെ റെസിസ്റ്റൻസ് നോക്കും. അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ആ 2 ടെർമിനലിൻ്റെ അക്രോസ് ഉള്ള ആ റെസിസ്റ്റൻസ് ഒരു പരിധിക്കപ്പുറം കുറവാണോ എന്ന് ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണലി മെഷർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഷർ ചെയ്ത് ഒരു പരിധിക്കപ്പുറം കുറവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കത്തുകയും അത് പരിധിക്കപ്പുറം കൂടുതലാണെങ്കിൽ കെട്ടുപോവുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ കറണ്ട് ഉള്ളപ്പം ചാർജിങ് യൂണിറ്റിലേക്കും, അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലോഡ് ഉണ്ടെങ്കിൽ ആ ലോഡിൻ്റെ റെസിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഇത് ട്രിഗർ ചെയ്യാനും സഹായിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചില ലൈറ്റൊക്കെ ഓൺ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫ് ആക്കുമ്പോഴോ ഇത് കത്തുന്നത്. കാരണം ആ റിക്വയർഡ് ഇമ്പിഡൻസ് ഇതിന് കൃത്യമായിട്ട് സെൻസ് ചെയ്ത് കിട്ടണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ നേരത്തെ മുകളിൽ കണ്ട AC LED റിങ് പോലെ തന്നെ DC LED റിങ്ങും ഉണ്ട്. ഇത് കണ്ടോ, ഈ താഴത്തെ LED സെറ്റുകൾ. അപ്പോൾ ഇത് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മുകളിലത്തെ ആണെങ്കിൽ നമ്മൾ 230 വോൾട്ട് ACനെ ആ ഡ്രൈവർ വഴി കയറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലെയറിലാണ് കത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെളിച്ചത്തിൻ്റെ വ്യത്യാസമൊക്കെ കാണും. പൊതുവെ ഒരല്പം ഡിമ്മാണ് നമ്മുടെ DC പ്രവർത്തിക്കുമ്പോഴുള്ള ഈ ഒരു LED. ഇനി ഇതിൽ ഏറ്റവും കേടാവാൻ സാധ്യതയുള്ളത് നമ്മുടെ AC-യിൽ പ്രവർത്തിക്കുമ്പോഴുള്ള LED സെറ്റാണ്. കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വഴി പല്ലിന് പോട് വരുന്ന പോലെ ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനും പഠിക്കണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ.